ഒരു മിന്നൽ മാതാ ദേവാലയത്തിൻ്റെ മുഖവാരത്തോട് ചേർന്ന് ഉള്ള ഒരു മണിമാളിക ആണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ പുറകിലായിട്ടാണ് നിൽക്കുന്നത്. ഈ മണിമാളികയുടെ 3-ാം നിലയിലാണ് പരിശുദ്ധ അമ്മയുടെ രൂപമുണ്ടായിരുന്നത്. ആ രൂപം അവിടെ നിന്നാണ് മിന്നലിൽ താഴെ, അതായത് ഈ ഒരു വെൺമേഘത്തോടു കൂടി, ശബ്ദത്തോടു കൂടി, അഗ്നിയോട് കൂടി താഴെ വന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു രൂപമാണത്. അത് ഇവിടെ ഈ ഒരു മണ്ണിൽ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ്. പിന്നീട് നേരിട്ട് കണ്ട വിശ്വാസികൾ, ഈ ദേവാലയത്തിന് ചുറ്റും വിശ്വാസികളാണ്, ഇവർ നേരിട്ട് കണ്ട കാഴ്ച പരിശുദ്ധ അമ്മയുടെ രൂപം താഴെ ഇത്തരത്തിൽ മണ്ണിൽ വന്നിരിക്കുന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് ഇതിപ്പോൾ രൂപക്കൂട് പോലെയാക്കി വിശ്വാസികൾ ഒരുപാട് ഒഴുകുന്നു. ഒരുപാട് പേർക്ക് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നിറയെ ലഭിക്കുന്നു. നമ്മളിവിടെ വരുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച, ഒരുപാട് സാക്ഷ്യങ്ങൾ ഇവിടെ എഴുതിയും അത് പ്രിൻ്റ് എടുത്തും ഫോട്ടോസ്റ്റാറ്റ് എടുത്തൊക്കെ ഇവിടെ കൊണ്ട് ഈ ദേവാലയത്തിൻ്റെ ഒരു ചുമര് മൊത്തം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഇവിടെ വന്ന് ഈ ഒരു മിന്നൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം, പരിശുദ്ധ അമ്മ ഒരു മിന്നലിൻ്റെ രൂപത്തിൽ, മിന്നലിൽ ഒരു അഗ്നിയാൽ, വെൺമേഘത്താൽ, അതോട് കുരിശടയാളത്താൽ, മിന്നൽ കൊണ്ടുള്ള ഒരു കുരിശിൻ്റെ അടയാളത്താൽ അവിടെ 3-ാം നിലയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന്, അതും വൈകുന്നേരം ഒരു 6:30 മണിക്ക്. അതൊക്കെയാണ് ഇതിൻ്റെ അത്ഭുതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. എന്തായാലും ഒരുപാട് വിശ്വാസികൾ ഇവിടേക്ക് ഇപ്പോൾ ഒഴുകി വരുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എല്ലാവർക്കും വാരി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപത്തിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്ന വലിയൊരു മതിലാണ്. ഈ ഒരു മതിലിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് രോഗസൗഖ്യങ്ങൾ, അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങൾ. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച വഴി നൽകിയിരിക്കുന്ന, മാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം കൃതജ്ഞതയായിട്ട് അത് നന്നായിട്ട് എഴുതി പ്രിൻ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് ഇവിടെ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വ്യത്യസ്തമായ രോഗസൗഖ്യങ്ങളുണ്ട്, മറ്റ് വിവാഹത്തിൻ്റെ ഉണ്ട്, കുട്ടികളെ ലഭിക്കുന്നതിനെ കുറിച്ചുണ്ട്, അതോടൊപ്പം തന്നെ സ്ഥല സംബന്ധമായ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ലഭിച്ചതാണ് ഇവിടെ ഇപ്പോൾ പല രീതിയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച അനുഗ്രഹങ്ങളുടെ കൃതജ്ഞതകളെക്കുറിച്ച് കണ്ടു. എൻ്റെ പുറകിൽ ഇരിക്കുന്ന എല്ലാം കൃതജ്ഞതകളാണ്. അത് ഇത്രയൊന്നല്ല, ഒരുപാടുണ്ട്. അത് ഒരുപാട് കൂടുമ്പോൾ അവരെടുത്തത് പള്ളിയിൽ മാറ്റി വയ്ക്കും എന്നതാണ്. അത്രത്തോളം കൃതജ്ഞതകൾ ഇങ്ങനെ വരികയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ ഒരു കൾച്ചറിൻ്റെ കൂടി ഭാഗമാണ്. നമ്മൾ പലപ്പോഴും വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലും മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ പലയിടത്തും തൊട്ടിൽ കെട്ടിയിടുന്നു. അതോടൊപ്പം തന്നെ ജപമാല, പിന്നെ പൂട്ട്, വീട് ലഭിക്കുന്നതിന് വേണ്ടി, കുട്ടികളെ ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് അത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനയും. ഇവിടെ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിന് ചുറ്റും ഇത്തരത്തിൽ ഒരുപാട് പേർ തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് അപേക്ഷയായിട്ട് തൊട്ടിലുകൾ കെട്ടിയിടുന്നുണ്ട്. അതനുസരിച്ച് അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വിശ്വാസികൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഇവർ പറഞ്ഞനുസരിച്ചാണ്, ഈ കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് വിശ്വാസികൾ ഇവിടെ വിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയും അതോടൊപ്പം തന്നെ പ്രധാന ദിവസങ്ങളിൽ ജാഗരണ പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ചോദിക്കാം, ഇங்கே திருப்பலி எல்லாம் எந்த டைமில் தான் நடக்கும்? அல்ல பிரதான திருப்பலி டே என்ன? திங்களிலிருந்து வேளன் வரை காலை 5:30 மணிக்கு திருப்பலி நடைபெறும். முதல் வெள்ளிக்கிழமை சாயந்தரம் 6:30 மணிக்கு திருப்பலி, ജപമാല സായന്ത്രം 6:30 മണിക്ക് 6 ഉണ്ട്. പ്രധാന ദിവസം சாட்டர்டே முதல் சனிக்கிழமை சாயந்தரம் 7 மணிக்கு ஜெபமாலை எல்லாம் தொடங்கி இது எல்லாம் நடக்கும். திருப்பலி வந்து காலையில் அதிகாலையில் 3:30 மணிக்கு தொடங்கி 4:30க்கு முடிந்து
நடைபெறும். அது பிறகு ஞாயிற்றுக்கிழமை எப்பவும் போல் வழக்கம் போல் 12 എല്ലാ மணி. മാസവും അപ്പോൾ എല്ലാ മാസവും ഫസ്റ്റ് സാറ്റർഡേ ആണ് പ്രധാന ഡേ. തെങ്കാശി പട്ടണത്തിൻ്റെ അടുത്ത് ചേർന്നമരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ അടുത്ത് തന്നൂത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു മിന്നൽ മാതാ ദേവാലയമുള്ളത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത്തരത്തിൽ തന്നെ തെങ്കാശി മിന്നൽ മാതാ അല്ലെങ്കിൽ തന്നൂത്ത് ദേവാലയം തന്നെ അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ മറ്റൊരു ഇപ്പോൾ ചെന്നൈയിൽ അങ്ങനെ ആ രീതിയിലേക്കൊക്കെ നമ്മളെ കാണിക്കും. അത്തരത്തിൽ വരാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം നമ്മൾ നേടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മിന്നൽ മാതാ ദേവാലയം.